പപ്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തറിഞ്ഞ് ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 3-4 കറിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. നമ്മുടെ പഫ് പാസ്ട്രി ഇതുപോലെ മേടിക്കാൻ കിട്ടും. എന്നാൽ അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മസാല വെച്ചിട്ട് ഇതുപോലെ ഒരു മുട്ടയുടെ പീസ് അതിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കോണോട് കോൺ 4 സൈഡും മടക്കിയെടുക്കാം. ഇപ്പോൾ 4 പപ്സ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ പപ്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മുട്ട നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. അതിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പപ്സ് റെഡിയാവും. ചായ ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.